ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഒക്ടോബർ മാസം. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ, ഓക്കെ. അതായത് നിങ്ങളുടെ ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നുകൊണ്ടിരുന്ന അത് വിഷമങ്ങളാകാം, അല്ലാന്നുണ്ടെങ്കിൽ വിഷമത്തിന്റെ സന്തോഷത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഏറ്റക്കുറച്ചിലുകളാകാം, അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പല പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധ്യതകളാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒറ്റക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഒരു പരിപാടിയിലോട്ട് കൊണ്ടുപോയ ഒരു കാര്യം നിങ്ങളുടെ അടുത്തുനിന്ന് അവസാനിക്കുന്നു. നിങ്ങളുടെ അടുത്തുനിന്ന് അത് എൻ്റെ ആയി പോകുന്നു. കാരണം ഇത് നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് നാളുകളായിട്ട്, ചില ആളുകൾ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ചില ആളുകൾ മാസങ്ങളായിട്ട് ഇതിങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടിലാക്കി, പ്രശ്നങ്ങളിലാക്കി, അത് എല്ലാ രീതിയിലും കുടുംബ ബന്ധങ്ങളെയും അല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള ഇപ്പോ പഠന സംബന്ധമാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, ഈ ഒരു വിഷയം നിങ്ങളുടെ ടോട്ടലി എല്ലാത്തിനെയും ബാധിച്ച് പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം എൻ്റെ ആവുന്നു. ആ ഒരു വിഷമം നിങ്ങളുടെ അടുത്തുനിന്ന് എൻ്റെ ആവുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരുന്നു. അല്ലെങ്കിൽ അതായത് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാലിന്റെ അണ്ടറിലോട്ട് ബോൾ കിട്ടുന്നു. അപ്പൊ ആ ബോൾ കിട്ടുമ്പോൾ അതെങ്ങനെ അടിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവരവരാണ് തീരുമാനിക്കേണ്ടത്. ബോൾ കയ്യിൽ പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ഒന്ന് ആലോചിക്കുക. കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. കാരണം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ വിഷമിച്ചിട്ടുണ്ടാകാം, പല പരിപാടികളിൽ ബുദ്ധിമുട്ടിലായി നിന്നിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങൾ കുറെ നാളായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു കാര്യം വരുവാണ്. അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് എടുത്തു ചാടി പല പ്രശ്നങ്ങളും വരുത്താതെ വ്യക്തതകൾ വരുത്തി, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും വ്യക്തതകൾ, അതിനൊരു തീർച്ച കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് പ്രവൃത്തിയിലോട്ട് പോകേണ്ട സമയമാണ്. ചിന്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചിന്തിക്കല് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ആലോചിച്ചിരിക്കല്, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാവോ, നാളെ ഉണ്ടാവോ, മറ്റന്നാളെ ഉണ്ടാവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അത് പ്രവൃത്തിയിലോട്ട് മനസ്സിൻ്റെ അകത്തൊരു വ്യക്തത വരുത്തി, അതിന് പറ്റുന്ന കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ അതെന്താന്ന് വെച്ചാൽ പ്രവർത്തിക്കുക. ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യങ്ങളിലോട്ടാണ്. കാരണം അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപാട് നിങ്ങൾ അംഗീകരിച്ചു സിറ്റുവേഷൻ. അതിപ്പോ ഫൈനാൻസ് പരമാണെങ്കിലും കുടുംബകാര്യമാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടായ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനസികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ മാനസികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അത് എങ്ങനെ, എവിടെ, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു ഐഡിയ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ശരിയാകുമോ, എൻ്റെ ലൈഫിലൊരു വെളിച്ചം വരുമോ, എനിക്ക് അനുകൂലമായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും വരുമോ, എനിക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുമോ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു
ഒരു കൺഫ്യൂഷൻ. കാരണം സങ്കടങ്ങളൊക്കെ അതായത് നിങ്ങൾ പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടമാണെന്ന് അംഗീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഒരു പ്രവണതയൊക്കെ മാറ്റുക. അതൊന്നുമല്ല. അതെല്ലാം മാറുന്ന ഒരു സിറ്റുവേഷനാണ്. എത്ര ഡാർക്ക്നെസ് ആണെന്നുണ്ടെങ്കിലും സണ്ണിന്റെ എനർജി എന്ന് പറയുന്നത് ആ ഒരു ഡാർക്ക്നെസ്സിനെ മാറ്റി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എത്ര ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടിനെയൊക്കെ മാറ്റി ഒരു വെളിച്ചം, ജീവിതത്തിലോട്ട് ഒരു പുതിയൊരു വെളിച്ചം കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ആ ഒരു കാര്യങ്ങളിലോട്ട് വരിക. പക്ഷെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എടുത്തു ചാട്ടം. ആ എടുത്ത് ചാടുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ എടുത്ത് ചാട്ടം ഇത്തിരി കുറക്കുക. ഓവറായിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ടേഷൻസ് ചെയ്യാതിരിക്കുക. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഒരു പുതിയൊരു തുടക്കം, ലൈഫിൽ നല്ലൊരു തുടക്കം, പുതിയൊരു ജോലി, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഇപ്പം എന്തെങ്കിലും ഒരു കൂടുതൽ സമയം ജോലിപരമായിട്ടുള്ള, പ്രൊഫഷണൽ പരമായിട്ടുള്ള, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം എൻഗേജ്ഡ് ആയിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പഠന സംബന്ധമായിട്ടുള്ള കാര്യം, അതായത് ചില ആളുകൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനോ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ ഡ്രീം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു, എനിക്ക് ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടും, എന്നെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ സാധിക്കും, എനിക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ എന്താ പറയാ, കൂടുതൽ അതിൻ്റെ അകത്ത് ഒരു ശോഭിക്കാൻ പറ്റും, കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ എഫേർട്ട് ഇടേണ്ട കാര്യത്തിന് എഫേർട്ട് ഇടുക. പക്ഷെ ഒരുപാട് ഓവർ എക്സ്പെക്ടേഷൻസ് അതിൻ്റെ അകത്ത് വെക്കരുത്. മനസ്സിലായോ? ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. നമ്മൾ ചെയ്യാനുള്ള പരിപാടി ചെയ്യുക. ബാക്കി റിസൾട്ട് അത് ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാത്തിലും എപ്പോഴും പോസിറ്റീവ് ഉണ്ടാവില്ല, എല്ലാത്തിലും എപ്പോഴും നെഗറ്റീവ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് നിങ്ങൾ തന്നെ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വിശിഷ്ടപരമായിട്ടുള്ള ഏതെങ്കിലും അമ്പലങ്ങളിലോ പള്ളികളിലോ എന്തെങ്കിലും പരിപാടികളിൽ പോവാനോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 10 പേര് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നല്ലൊരു ഷൈനിങ് ചെയ്യാനോ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ്, കണക്കുകൂട്ടൽ, മുൻകൂട്ടിയെ വിധി എഴുതല്, കണക്കുകൂട്ടൽ, ഒരുപാട് എക്സ്പെക്ടേഷൻസ്, മറ്റുള്ളവർ എന്നെ ഇങ്ങനെ ചെയ്യും, മറ്റുള്ളവർ എന്നെ ഇങ്ങനെ കെയർ ചെയ്യണം, മറ്റുള്ളവർ എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കണം, അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ വെക്കാതിരിക്കുക. ഓക്കെ, ആഹാ, വെരി ഗുഡ്. നല്ലൊരു മാസം തന്നെയാണ്, നല്ലൊരു മാസമാണ്. പക്ഷേ നല്ലൊരു മാസമാണ്. ഇതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ കുടുംബക്കാരോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളോടോ ഫ്രണ്ട്സിനോടോ മറ്റുള്ള പുറത്തുള്ള ആളുകളുടെ കാര്യം പറഞ്ഞ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകളുടെ അടുത്തോ വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒരു വാക്ക് തർക്കത്തിന് നിങ്ങൾ പോയി ചാടരുത്. അത്ര എനിക്ക് പറയാനുണ്ട്. ആവശ്യമില്ലാത്ത അവരവിടെ ഇരുന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയട്ടെ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വാക്ക് തർക്കത്തിന് തല വെച്ച് കൊടുക്കരുത്. അവരുടെ ഇവരുടെയും വാക്കുകൾ കേട്ട് നമ്മൾ വാക്ക് തർക്കത്തിന് വഴിവെച്ച് പോവരുത്. പുറത്തുനിന്നുള്ള ആളുകൾ, അതായത് ഇപ്പോ തേർഡ് പാർട്ടി എനർജി, റിലേഷൻഷിപ്പിലാകാം കുടുംബ ബന്ധത്തിലാകാം, അങ്ങനെയുള്ള ആളുകളെ ചൊല്ലിയുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഒന്ന് വാക്ക് തർക്കങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിഞ്ഞു മാറുക. അത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ ഇത്രയും നാള് പ്രാർത്ഥിച്ചത് എന്താണോ, നിങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ചത് എന്താണോ, അത് നിങ്ങളിലോട്ട് തന്നെയാണ് വരുന്നത്. കൂടുതലും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, സാമ്പത്തികമായിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാര്യങ്ങൾ ലൈഫിലോട്ട് വരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് എത്രയാണോ അതിന്റെ ഇരട്ടിയായിട്ടുള്ള ഒരു കാര്യം വരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം.
കാരണം നിങ്ങൾക്കാണ് ചോയ്സിലോട്ട് വിടുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തോട്ടാണ്. റിലേഷൻഷിപ്പിന്റെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളിലും നിങ്ങളുടെ കയ്യിലോട്ടാണ് ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കായിട്ട് അയക്കുവാണ്. അപ്പൊ നിങ്ങളാണ് അത് എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. കാരണം ഇത് പല കാര്യങ്ങളും മാനസികപരമായിട്ട് ഒരുപാട് എന്താ പറയാ പിരിമുറുക്കങ്ങളൊക്കെ മാറി സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് വരേണ്ടത്. ഉം. പക്ഷെ ചിന്ത കുറച്ച് കുറക്കുക. ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കുറക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലോട്ട് വരും. പുറത്തുനിന്നുള്ള ഈ ആവശ്യമില്ലാത്ത ഈ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വഴക്കിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറുക. ഉം. വഴക്കിന്റെ എനർജി വരുമ്പോ ഒന്ന് പരമാവധി ഒന്ന് ക്ഷമിക്കുക. അല്ലാതെ എല്ലാവർക്കും ദേഷ്യം വരും. ദേഷ്യമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അതൊന്നും നമ്മളിപ്പോ എന്തെങ്കിലും വായിന്ന് വീണു പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്നേഹിക്കുന്നവരോട് ആ ദേഷ്യം ഒന്ന് കാണിക്കാതിരിക്കുക. ഓക്കെ. അതൊന്ന് മാനേജ് ചെയ്യുക. അല്ലാതെ ഈ മാസം നല്ല രീതിയിലുള്ള മനസമാധാനം, സന്തോഷം, സാമ്പത്തികമായിട്ടാണെങ്കിലും ജീവിതത്തിന് പുതിയൊരു തുടക്കങ്ങള് എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും എല്ലാം കൊണ്ടൊരു നല്ലൊരു മാസമാണ്. ഓക്കെ. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.